ഇപ്പോൾ ധാരാളം പരാതികൾ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഓൺ റെക്കോർഡ് പറഞ്ഞതാണ്. പക്ഷേ ഈ ധാരാളം പരാതികൾ എന്ന് പറയുമ്പോൾ അതൊരു ഇന്റേണൽ ആയിട്ടുള്ള പരാതി മാത്രമാണ്. പുറത്ത് നിയമ സംവിധാനത്തിന് മുമ്പിൽ, പോലീസിന് മുമ്പിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനോ മൊഴി കൊടുക്കാനോ സഹകരിക്കാനോ ഒന്നും ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൾട്ടിപ്പിൾ മിസ്കണ്ടക്ട് അലിഗേഷൻസ് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ലീഗലി ഏതെങ്കിലും തരത്തിൽ അത് വാലിഡ് ആവുമോ, അത് ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് കാര്യമുണ്ടോ? അതിലേക്ക് അന്വേഷണം പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ അന്വേഷണം പോവാം, അവരെ വിറ്റ്നസ്സസ് ആക്കാം. ഈ പല സ്ഥലങ്ങളിൽ സമയങ്ങളിൽ പല രീതികളിൽ ചില സെക്ഷൽ ഇൻ്റർകോഴ്സസ് ചിലപ്പോൾ വെറും അലിഗേഷൻസ് മാത്രമായിരിക്കും, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് മാത്രം നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം പല രീതികളിലുള്ള ഒഫൻസസ്, ചിലപ്പോൾ ഒഫൻസസ് നടക്കാതെ വെറും പരാതികൾ മാത്രം, അതായത് അലിഗേഷൻസും ഒരു ഡിഫേമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമായിരിക്കാം ചിലപ്പോൾ. എന്നിരുന്നാൽ കൂടി ഒരു കോഗ്നൈസബിൾ ഒഫൻസസ് മേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ വന്നാൽ അതിലേക്ക് അന്വേഷിക്കുന്നതിൽ നിന്ന് പോലീസിനെ നമുക്ക് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്കത് അന്വേഷിക്കാം, പരാതികൾ രജിസ്റ്റർ ചെയ്യാം. ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതെല്ലാം, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് പോലീസിന് പോലും കൊടുക്കണോ എന്നുള്ളതെല്ലാം ഒരു വിക്ടിമിൻ്റെ റൈറ്റ്സ് കൂടിയാണ്. അവർക്ക് അവരുടെ പ്രൈവസീനെ വയലേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ഏതോ സാഹചര്യത്തിൽ ഇത് വന്നു എന്ന് പറയുന്നത് തന്നെ, പല കംപ്ലയിൻറ്റ്സ് വന്നിരുന്നു എന്ന് പറയുന്നത് തന്നെ സത്യത്തിലൊരു ഡാമേജിങ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് അത് ഡാമേജിങ് തന്നെയാണ്. അതെല്ലാം അന്ന് ഫോർവേഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി വരില്ലായിരുന്നു. അത് പല സന്ദർഭങ്ങളിലും, ഈ കേസിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടികളിലെ പല സന്ദർഭങ്ങളിലും, ഇൻക്ലൂഡിങ് ഞാൻ എവിഡൻസ് അടക്കമുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം, എനിക്ക് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻസ് ആയതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട്, പല കേസുകളിലും കോൺഗ്രസ് പാർട്ടികൾ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റിയിൽ അന്വേഷണം വരികയും അത് അന്വേഷണം നടന്നിട്ട്, ഇൻക്ലൂഡിങ് പോക്സോ കേസസിലാണ് ഞാൻ പറയുന്നത്, ഒഫൻസസ് നടന്നിട്ടില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും വളരെ മോശമായ രീതിയിൽ പലപ്പോഴും പല പാർട്ടികളും, കോൺഗ്രസ് മാത്രമല്ല പല പാർട്ടികളും ഈ രീതിയിൽ സമീപിച്ചിട്ട് അത് ശരിയായ രീതികളല്ല എന്നുള്ളതാണ്. ആ സമയങ്ങളിൽ കംപ്ലൈൻറ്റുകൾ ഫോർവേഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഈ ഒരു ഡാമേജ് ഒരിക്കലും ഒരു പേഴ്സണോ, ഇപ്പോൾ സപ്പോസ് ഇദ്ദേഹം ഇതൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വർത്തമാനങ്ങളെല്ലാം വെറുതെ ആവുമല്ലേ. അദ്ദേഹത്തിനെ നമ്മൾ ഈ MLA സ്ഥാനത്തിരിക്കുന്ന വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ചല്ലേ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായത്. അതുപോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ആ കംപ്ലൈൻറ്റുകൾ കറക്റ്റ് സമയത്ത് ഫോർവേഡ് ചെയ്യപ്പെട്ടു. ഇനി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണമോ അവർക്കെല്ലാം അത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ഒരു ധൈര്യവും കൊടുക്കാനുള്ളൊരു ബാധ്യത ഏത് പാർട്ടിക്കാണെങ്കിലും ഉണ്ട്. അത് ഫോർവേഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് സത്യത്തിൽ ഒരു വൻ വീഴ്ചയാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, ഏത് രീതിയിലാണ് സമൂഹം പോകേണ്ടത് എന്ന് നമ്മളെ കാണിച്ചു തരാനുള്ളൊരു ബാധ്യതയും ആ രീതിയിൽ സഞ്ചരിക്കാനുള്ളൊരു ബാധ്യതയും എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അതിലൊരു വീഴ്ചയുണ്ടായാൽ സംശയമൊന്നുമില്ല, അത് ഏറെക്കുറെ ഡാമേജിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അത് ഞാൻ എൻ്റെ സ്വന്തം ഒപ്പീനിയനിൽ നിന്ന് പറയില്ല, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പല ലീഡേഴ്സും പറഞ്ഞതിൽ നിന്ന് സാംശീകരിച്ച് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ശരി, തീർച്ചയായും.